UP-യിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഒക്കെ ആയിരുന്നെങ്കിൽ 10 ലക്ഷം അല്ല 1 കോടി ഒരുപക്ഷെ പ്രഖ്യാപിച്ചേനെ, കൊടുക്കാൻ കയ്യിൽ കാശില്ലെങ്കിലും പ്രഖ്യാപനങ്ങളും നടത്തിയേനെ. ഇത് പ്രഖ്യാപിക്കുകയില്ല, കൊടുക്കുകയുമില്ല. കാരണം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച സഞ്ജ്കുമാർ സാറ് പറഞ്ഞു, ആത്മാഭിമാനമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെങ്കിൽ സത്വര നടപടികൾ സ്വീകരിക്കണം. സാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ആത്മാഭിമാനമുള്ളവരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താങ്കളുടെ അനുഭവം ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. താങ്കളെ എങ്ങനെയാണ് ഇടതുപക്ഷം വേട്ടയാടിയത്, താങ്കളെപ്പോലെ തന്നെ ജേക്കബ് തോമസിനെ എങ്ങനെയാണ് വേട്ടയാടിയത് എന്നെല്ലാം ഇതേ ഉദ്യോഗസ്ഥന്മാർ കാണുകയല്ലേ. അപ്പോൾ ഇത് ഒരു മാതൃകയായിട്ട് അവർ കാണിക്കുകയാണ് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ആത്മാഭിമാനം ഉണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ പലതും വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങേപോലെ ധൈര്യത്തോടുകൂടി പലതും തുറന്നു ചെയ്യാൻ തയ്യാറാവാത്ത ഒരു ഭരണകൂടത്തിൻ്റെ സന്തതികളായിട്ട് പോലീസ് മാറുന്നു. പോലീസ് എന്തിനാണ് ഭയപ്പെടുന്നതെന്നാണ് ചോദ്യം. പോലീസിനല്ല സാർ ഭയം പോലീസ് മന്ത്രിക്കാണ്. പോലീസ് മന്ത്രി ഭയപ്പെടുന്നു. കാരണം പോലീസ് മന്ത്രിയുടെ ഇപ്പോഴത്തെ കിങ്കരന്മാർ അവരാണ് SFIക്കാർ. ഗവർണറെ വഴിനീളെ കരിങ്കൊടി കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ കിങ്കരന്മാർ, അവർക്ക് വേണ്ടിയാണ് ഈ പിണറായി വിജയൻ ഈ സമീപനം സ്വീകരിക്കുന്നത്. ജുനൈദിന് 10 ലക്ഷം കൊടുക്കാൻ എത്ര വേഗം കഴിഞ്ഞു. ആ വീട്ടിലൊന്ന് പോയി ആ അമ്മയൊന്ന് കാണാൻ, അതല്ലേ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. പൈസയൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ. ആ സ്ത്രീയുടെ കൈ പിടിച്ച്, ആ അച്ഛൻ്റെ കൈ പിടിച്ച് നെഞ്ചത്ത് വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കലല്ലേ ഭരണകൂടം ചെയ്യേണ്ടത്. അതിനെയല്ലേ ഭരണകൂടം എന്ന് പറയുന്നത്. അതിനല്ലേ ഇവനെയൊക്കെ നമ്മൾ അധികാരത്തിലേറിയത്. എനിക്കിത് മുഖ്യമന്ത്രിയോട് മാത്രമല്ല ഈ വിഷമമുള്ളത്, ഈ വികാരമുള്ളത് മുഖ്യമന്ത്രിയോട് മാത്രമല്ല. എനിക്കിന്ന് ഒരു ഫേസ്ബുക്കിൽ എനിക്കിന്നൊരു ഫോട്ടോ വന്നു. നിങ്ങൾ ഈ ഫോട്ടോ നിങ്ങളൊന്ന് കാണണം. ഈ ഫോട്ടോയിൽ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് കയത്തിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് പ്രയാസപ്പെട്ട് തൻ്റെ മകൻ്റെ വേർപാടിൽ അകന്നൊന്ത് വിഷമിച്ചിരിക്കുന്ന അച്ഛൻ്റെ മുമ്പിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നോക്കും നിങ്ങൾ. എങ്ങനെ നന്നാവാനാണെന്ന് ഈ കേരളം, ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതല്ലേ. ഒരച്ഛൻ്റെ ദുഃഖത്തിൽ മാറി പിളർന്ന് രക്തം വന്നുകൊണ്ടിരിക്കുന്ന മാതൃദുഃഖത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് അട്ടഹസിച്ച് ചിരിക്കുകയാണ് വേറെ ഏതോ ഫോൺ കോളിൻ്റെ കാര്യം പറഞ്ഞ്. ഇതാണ് പ്രതിപക്ഷം. ഇത്രയേ ഉള്ളൂ പ്രതിപക്ഷമെന്ന് അറിയാം ഭരണപക്ഷത്തിന്. അതുകൊണ്ടാണ് നടുമുറ്റത്ത് നിരവധി വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ നഗ്നനാക്കി ബെൽറ്റ് കൊണ്ടടിച്ച് ഏതോ വയറുകൊണ്ടടിച്ച് ചവിട്ടി തൊഴിച്ച് ആ പാവം പയ്യനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ ഒരാൾ, ഈ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി, എനിക്ക് വളരെ സഹതാപവും വിഷമവും പ്രയാസവും തോന്നുകയാണ്. നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, വയനാട്ടിലൊരു ശുദ്ധികലശം ഉണ്ടാവണം. വയനാട്ടിലല്ല, കേരളം മൊത്തത്തിൽ ശുദ്ധികലശം ഉണ്ടാവണം. SFI എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ ചുവന്ന താവളങ്ങൾ, ചുവന്ന കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം നരഭോജികളായിട്ടാണ് അവർ പെരുമാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. എൻ്റെ 2 കൈയും കാലുമാണ് തല്ലി ഓടിച്ചത്, ഒരു തെറ്റും ചെയ്തിട്ടല്ല. നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞല്ലോ, 2 സ്ത്രീകൾ പെൺകുട്ടികൾ ഇന്ന് ഹോസ്റ്റലിന് മുമ്പിൽ സംസാരിച്ച കാര്യം അനിൽ നമ്പ്യാർ പറഞ്ഞല്ലോ. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇത് ഇവിടെ മാത്രമല്ല, അതായത് കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അന്നത്തെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്നെ അവർ പതിയിരുന്ന് വഴിയിൽ വെച്ച് ആക്രമിച്ച് എൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കുമ്പോൾ അവർ വിളിച്ച് കോളേജ് ആ യുവജനോത്സവത്തിൽ, അവിടെ യുവജനോത്സവം നടക്കുകയാണ്, ആ യുവജനോത്സവത്തിൽ പറയുന്നത് വനിതാ ഹോസ്റ്റലിൽ മദ്യപിച്ച് കയറിയ ഗോപാലകൃഷ്ണനെ തല്ലിയെന്നാണ്. ഞാൻ മദ്യപിക്കില്ല, ഞാൻ വനിതാ ഹോസ്റ്റലിലായിരുന്നില്ല. അതാണ് അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്ത്രമാണത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമാണത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. എങ്ങനെയാണ് കൊന്നാ പോരാ, കൊന്നിട്ടും അരിശം തീരാതെ അവൻ്റെ എല്ലാം തകർക്കാനുള്ള ശ്രമം നടക്കുകയാണ്.
അപ്പോൾ 10 ലക്ഷമല്ല, 1 കോടി കൊടുത്താൽ പോലും അത് തീർച്ചയായിട്ടും സിദ്ധാർത്ഥൻ്റെ ജീവൻ്റെ വിലയാൽ ആകൂല. പക്ഷെ ഒരു ഭരണകൂടം എന്ന നിലയിൽ, നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞത് കറക്റ്റാണ്, ഒരു ഭരണകൂടം എന്ന നിലയിൽ വലിയ തോതിലുള്ള ഒരു തുക ആ കുടുംബത്തിന് കൊടുക്കാൻ തയ്യാറാവണം. കാരണം ഈ സിദ്ധാർത്ഥ് വളർന്നിരുന്നെങ്കിൽ ആ കുടുംബത്തിന് അത്താണിയാകുമായിരുന്നു. അതിന് തയ്യാറാവണം ഈ ഗവൺമെൻറ്.